നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം അതിരമ്പുഴയിൽ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ അജയ് നാഥ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. അജയ്, യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ? ഗംഗ, കോട്ടയം MG സർവകലാശാല ക്യാമ്പസിന് സമീപം ആളൊഴിഞ്ഞ പുരയിടത്തിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആളൊഴിഞ്ഞ പുരയിടത്തിലെ കിണറ്റിലായിരുന്നു യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നാൽപ്പാത്തിമല തടത്തിൽ വീട്ടിൽ ആകാശ് സുരേന്ദ്രൻ എന്ന യുവാവിനെയാണ് ഇത്തരത്തിൽ ആളൊഴിഞ്ഞ പുരയിടത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഇതിനാസ്പദമായ സംഭവം. കൂട്ടുകാരോടൊത്ത് ഈ ആളൊഴിഞ്ഞ പുരയിടത്തിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന യുവാവിനെയാണ് ഇത്തരത്തിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് പെട്രോളിങ്ങിനിടെ ഈ സുഹൃത്തുക്കളോടൊപ്പം ഈ പ്രദേശത്ത് മദ്യപിച്ചുകൊണ്ടിരുന്ന യുവാക്കൾ പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കിണറ്റിൽ വീഴുകയായിരുന്നു എന്ന തരത്തിലേക്കൊരു ആരോപണം ഉയരുന്നുണ്ട്. എന്തു തന്നെയായാലും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘം ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് യുവാവിന്റെ മൃതദേഹം ഈ കിണറ്റിൽ നിന്നും കണ്ടെത്തുന്നത്. അജയ്, അതുപോലെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഗംഗ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുഹൃത്തുക്കളോടൊത്ത് ഈ ആളൊഴിഞ്ഞ പുരയിടത്തിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആകാശ് സുരേന്ദ്രൻ എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം ഈ സമയത്ത് പെട്രോളിംഗിൽ ഇതുവഴി എത്തിയ പോലീസിന്റെ വാഹനം കണ്ടതോടെ സുഹൃത്തുക്കളോടൊപ്പം ഇവർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ യുവാവ് കിണറ്റിൽ വീണതെന്നും അത്തരത്തിൽ അങ്ങനെയാണ് യുവാവ് മരണപ്പെടുന്നത് എന്ന തരത്തിലേക്കുമുള്ള ആരോപണങ്ങൾ പ്രദേശത്ത് നിന്ന് ഉയർന്നിരുന്നു. വിഷയത്തിൽ എന്നാൽ പോലീസിന്റെ നിലപാട് മറ്റൊന്നാണ്. സുഹൃത്തുക്കളുമായി ചേർന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. സംഘർഷം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തങ്ങൾ പ്രദേശത്തെത്തിയത്. അങ്ങനെ പ്രദേശത്ത് ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ സംഘർഷത്തിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുക്കാൻ എത്തിയതാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ യുവാക്കൾ ചിതറി ഓടുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഓടുന്നതിനിടയിലായിരിക്കാം യുവാവ് കിണറ്റിൽ വീണതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ യുവാവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗംഗ, സ്ഥലത്ത് പെട്രോളിങ്ങിനെത്തിയ പോലീസിനെ കണ്ട് ഭയന്നോടി യുവാവ് കിണറ്റിൽ വീണതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ സംഘർഷമുണ്ടായതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നാണ് അവർ വിശദമാക്കുന്നത്. സംഭവത്തിൽ എന്തായാലും കൃത്യമായ അന്വേഷണം നടന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ. കോട്ടയത്ത് നിന്നും ടീം ജാഗ്രത.